നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠം കാക്കിരി പൂക്കിരി. അതൊരു പാട്ടാണ്. നിങ്ങൾക്ക് പാട്ട് ഇഷ്ടമല്ലേ? പാട്ട് പാടാൻ ഇഷ്ടമല്ലേ എല്ലാവർക്കും? എന്നാൽ നമുക്ക് ഈ പാട്ടൊന്ന് പാടി നോക്കാം. കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താക്കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു. കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു. കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പു കുലുക്കുന്നു. കാക്കിരി പൂക്കിരി 4-5 നിലത്തു വീഴുന്നു. കാക്കിരി പൂക്കിരി തെൻതുള്ളികളെ നാവിനു സമ്മാനം. പാടിയോ എല്ലാവരും? ഇഷ്ടമായോ? എന്തിനെക്കുറിച്ചുള്ള കവിതയാണിത്? മാങ്ങകളെക്കുറിച്ചും മാങ്ങകൾ കഴിക്കുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള കവിതയാണല്ലേ. മാങ്ങകൾ തൂങ്ങിക്കിടക്കുന്നത് എവിടെയാണ്? തേന്മാവിൻ്റെ കൊമ്പത്ത് അല്ലേ? തേന്മാവ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള മാവുകളുണ്ട് അല്ലേ? പല പേരുകളിൽ അറിയപ്പെടുന്ന മാവുകൾ. തേന്മാവ്, മൂവാണ്ടൻ മാവ്, പുളിയൻ മാവ്, ഒട്ടുമാവ്, കിളിച്ചുണ്ടൻ മാവ്, അങ്ങനെ ഒരുപാട് മാവുകളുണ്ട്. ആ മാവുകളുടെ പേരിലാണ് ആ മാങ്ങകളും അറിയപ്പെടുന്നത് അല്ലേ? തേന്മാവിലെ മാങ്ങ എങ്ങനെയുള്ളതായിരിക്കും? തേൻ പോലെ മധുരമുള്ള മാങ്ങയായിരിക്കും അല്ലേ? അതുകൊണ്ടായിരിക്കും അതിന് തേന്മാവ് എന്ന് പേര് വന്നിട്ടുണ്ടാവുക. നിങ്ങളുടെ നാട്ടിൽ ഏതൊക്കെ തരത്തിലുള്ള മാവുകളുണ്ട്? നോക്കൂ, ചില നാട്ടുമാവുകൾ: തേന്മാവ്, മൂവാണ്ടൻ മാവ്, പുളിയൻ മാവ്, ഒട്ടുമാവ്, കിളിച്ചുണ്ടൻ മാവ്, ചകിരിയൻ മാവ്, ബപ്പക്കായ മാവ്, അങ്ങനെ കുറച്ച് പേര് മാത്രം ടീച്ചർ ഇവിടെ എഴുതിയിട്ടുള്ളൂ. നിങ്ങളുടെ നാട്ടിലുള്ള നാട്ടുമാവുകളുടെ പേരുകൾ നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വയ്ക്കണം കേട്ടോ. അപ്പോൾ മാങ്ങകൾ തൂങ്ങിക്കിടക്കുന്നത് എവിടെയാണ്? തേന്മാവിൻ്റെ എത്താക്കൊമ്പത്ത് അല്ലേ? തേന്മാവിൻ്റെ എത്താക്കൊമ്പത്ത് എന്ന് പറയുമ്പോൾ ആ മാവ് നല്ല ഉയരമുള്ള മാവായിരിക്കും. അതുകൊണ്ടല്ലേ എത്താത്തത്. അപ്പോൾ ഉയരമുള്ള മാവിൻ്റെ കൊമ്പിൽ നിറയെ മാങ്ങകൾ തൂങ്ങിക്കിടക്കുന്നു അല്ലേ? നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? നോക്കൂ, നിറയെ മാങ്ങകൾ അല്ലേ? പക്ഷെ മാങ്ങകൾ പറിക്കാൻ എത്തുന്നില്ല അല്ലേ? എന്തുകൊണ്ടാണ് എത്താത്തത്? ഉയരമുള്ളതുകൊണ്ട്, മാവ് ഉയരത്തിലായതുകൊണ്ട്. അപ്പോൾ മാങ്ങകൾ തേന്മാവിൻ്റെ എത്താക്കൊമ്പത്ത് അങ്ങനെ തൂങ്ങിക്കിടക്കുകയാണല്ലേ. ദാ പറിക്കാൻ നോക്കുന്നു, എത്തുന്നുണ്ടോ? ഇല്ല. ചാടി നോക്കിയാലും എങ്ങനെയും എത്തില്ല അല്ലേ? അപ്പോൾ അങ്ങനെ മാവിൻ്റെ ചുവട്ടിലിരുന്ന് കുട്ടികളിങ്ങനെ ആർത്ത് വിളിക്കുകയാണ്. ദേ നോക്കൂ, മാങ്ങ പഴുത്തു കിടക്കുന്നു അല്ലേ? നിറയെ മാങ്ങകൾ പഴുത്തു കിടക്കുന്നു നോക്കൂ എന്ന് പറഞ്ഞ് ആർത്ത് വിളിക്കുകയാണ് കുട്ടികളല്ലേ. അവിടെ മാങ്ങയുണ്ട്, ഇവിടെ ഇപ്പുറത്ത് നോക്കൂ, ഇവിടെ മാങ്ങയുണ്ട്. അങ്ങനെ ആർത്ത് വിളിക്കുകയാണ് കുട്ടികൾ. അപ്പോൾ ആരാ വന്ന് കൊമ്പ് കുലുക്കുന്നത്? കാറ്റിൻ കയ്യുകൾ കൊമ്പ് കുലുക്കുന്നു. ആരാണ് കൊമ്പ് കുലുക്കുന്നത്? കാറ്റിൻ്റെ കയ്യുകൾ അല്ലേ? കാറ്റ് വന്ന് കൊമ്പ് കുലുക്കി മാങ്ങകളൊക്കെ വീഴ്ത്തുകയാണല്ലേ. മാവിൻ്റെ ചുവട്ടിൽ നിന്ന് കുട്ടികൾ ആരോടൊക്കെയോ മാങ്ങകൾ താഴെ വീഴ്ത്താൻ ആവശ്യപ്പെടാറുണ്ട്. നിങ്ങൾ ആവശ്യപ്പെടാറുണ്ടോ? അണ്ണാറക്കണ്ണനോടും കാക്കകളോടും കിളികളോടും കാറ്റിനോടുമെല്ലാം. ഇവിടെ കുട്ടികളുടെ ആവശ്യപ്രകാരമായിരിക്കാം. കാറ്റ് തൻ്റെ കൈകൾ ഉപയോഗിച്ച് കൊമ്പ് കുലുക്കുകയാണ്. കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പ് കുലുക്കുന്നു. കാക്കിരി പൂക്കിരി 4-5 നിലത്തു വീഴുന്നു. അപ്പോൾ 4-5 മാങ്ങകൾ നിലത്ത് വീണു അല്ലേ? ആരാണ് നിലത്ത് വീഴ്ത്തിയത്? കാറ്റ്. അപ്പോൾ മാവിൻ്റെ കൊമ്പിലൂടെ കാറ്റ് വീശിയപ്പോൾ
കുറേ മാങ്ങകൾ അല്ലേ, 4-5 മാങ്ങകൾ നിലത്ത് വീണു. അപ്പോഴെന്ത് ചെയ്തിട്ടുണ്ടാവും കുട്ടികൾ? ഓടിച്ചെന്ന് എടുത്തിട്ടുണ്ടാവും അല്ലേ? കാക്കിരി പൂക്കിരി തെൻതുള്ളികളീ നാവിനു സമ്മാനം. അപ്പോൾ കുട്ടികൾ അതെടുത്ത് കഴിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ തേൻ പോലെ മധുരമുള്ള മാങ്ങ കുട്ടികളുടെ നാവിൻ തുമ്പിൽ സമ്മാനമായി അല്ലേ? കുട്ടികൾക്ക് സമ്മാനമായി മാങ്ങകൾ താഴെ വീണു അല്ലേ? കുട്ടികളത് പെറുക്കി തിന്നുകയാണോ അല്ലേ? ഓരോരുത്തരും മാങ്ങകൾ കഴിക്കുകയാണ്. നോക്കൂ, ഈ പാഠത്തിലെ ചില വാക്കുകളുടെ പര്യായ പദങ്ങളാണ്. മാവ്, മാവിൻ്റെ പര്യായ പദങ്ങൾ ചൂതം, മാഗന്ധം. കാറ്റ്, കാറ്റിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? പര്യായ പദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? ഒരേ അർത്ഥം വരുന്ന മറ്റു പദങ്ങളാണ്. കാറ്റിന് മാരുതൻ, പവനൻ എന്നൊക്കെ പറയും. കൊമ്പ്, മരത്തിൻ്റെ കൊമ്പ്, കൊമ്പിന് ചില്ല, ശാഖ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? ചില്ല, ശാഖ. തേൻ, തേനിന് എന്തൊക്കെ പറയാം? മധു, മരന്തം. പിന്നെ പദങ്ങൾ പിരിച്ചെഴുതിയത് കണ്ടോ? മാങ്ങകൾ അങ്ങനെ, മാങ്ങകൾ പ്ലസ് അങ്ങനെ. 4-5 എങ്ങനെ പിരിച്ചെഴുതാം? 4 + 5. തുള്ളികളി, തുള്ളികൾ പ്ലസ് ഈ എന്നാണ് തുള്ളികളി എന്ന് പറഞ്ഞാൽ. തേൻ തുള്ളികളി നാവിന് സമ്മാനം, കേട്ടിട്ടില്ലേ? തുള്ളികൾ പ്ലസ് ഈ, തുള്ളികളി എന്നാണ് പറയാം. ഇനി കുറച്ച് ചോദ്യങ്ങൾ നോക്കൂ. മാങ്ങകൾ തൂങ്ങിക്കിടക്കുന്നത് എവിടെയാണ്? എവിടെയാണ്? തേന്മാവിൻ്റെ എത്താക്കൊമ്പത്ത് അല്ലേ? തേന്മാവിൻ്റെ എത്താക്കൊമ്പത്ത്. ആർത്തു വിളിക്കുന്നത് ആരാണ്? പിള്ളേർ അല്ലേ? പിള്ളേരാണ് ആർത്ത് വിളിക്കുന്നത്, കുട്ടികളാണ് ആർത്ത് വിളിക്കുന്നത്. അടുത്തത് നോക്കൂ. മാവിൻ്റെ കൊമ്പ് കുലുക്കുന്നതാര്? ആരാണ് മാവിൻ്റെ കൊമ്പ് കുലുക്കിയത്? കാറ്റ് അല്ലേ? കാറ്റിൻ്റെ കയ്യുകളാണ് മാവിൻ്റെ കൊമ്പ് കുലുക്കിയത്. അപ്പോൾ കാറ്റ്. നാവിന് സമ്മാനമായി കിട്ടിയ തേൻതുള്ളികൾ എന്തായിരിക്കും? മാങ്ങകൾ അല്ലേ? മാങ്ങകളാണ് സമ്മാനമായി കിട്ടിയ തേൻതുള്ളികൾ. നമുക്കൊന്നുകൂടി നോക്കാം. കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താക്കൊമ്പത്ത്, കാക്കിരി പൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു, കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു, കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പ് കുലുക്കുന്നു, കാക്കിരി പൂക്കിരി 4-5 നിലത്തു വീഴുന്നു, കാക്കിരി പൂക്കിരി തേൻതുള്ളികളി നാവിനു സമ്മാനം. അപ്പോൾ ഇതാണ് കവിത അല്ലേ? കവിതയിൽ കാക്കിരി പൂക്കിരി എന്നിങ്ങനെ എല്ലാ വരികളിലും ആവർത്തിച്ച് വരുന്നുണ്ട്. ശരിക്കും എന്താണ് ഈ കവിതയിൽ പറയുന്നത്? തേന്മാവിൻ്റെ എത്താ കൊമ്പത്ത് മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു. അത് കണ്ടിട്ടല്ലേ കുട്ടികൾ അതിന് വേണ്ടിയിട്ട് ബഹളം വയ്ക്കുകയാണ് മാവിൻ്റെ ചുവട്ടിൽ നിന്ന്. പിള്ളേരങ്ങനെ ആർത്ത് വിളിക്കുന്നു, ദാ അവിടെ മാങ്ങ തൂങ്ങിക്കിടക്കുന്നു, ദാ ഇവിടെയുണ്ട്, ദാ അതിനപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പോഴാണ് കാറ്റിൻ കയ്യുകൾ കൊമ്പ് കുലുക്കിയത്, കാറ്റ് വീശിയത് അല്ലേ? കാറ്റ് വീശിയപ്പോൾ എന്ത് സംഭവിച്ചു? 4-5 നിലത്ത് വീണു. അപ്പോൾ കുട്ടികളെല്ലാം അത് പെറുക്കിയെടുത്ത് കഴിച്ചു തുടങ്ങി അല്ലേ? തേൻതുള്ളികളി നാവിനു സമ്മാനം, നാവിന് സമ്മാനമായി മാറി ആ മാങ്ങകൾ. മനസ്സിലായില്ലേ? ഇനി അവിടെ ബോക്സിൽ കിടക്കുന്ന ചോദ്യങ്ങൾ നോക്കി. ആദ്യം താളത്തിൽ പാടാനുള്ള ചോദ്യമാണ്. താളം പിടിച്ച് ഈണത്തിൽ കവിത ചൊല്ലി നോക്കാനാണ്. അപ്പോൾ ഓരോ വരിയും ചൊല്ലുമ്പോൾ താളം പിടിക്കുക. പിന്നെ ഈ കവിതയിൽ ആവർത്തിച്ചു വരുന്ന 2 വാക്കുകൾ ഏതെല്ലാം? ഏതാണ് ആവർത്തിച്ചു വരുന്ന, ഓരോ വരിയിലും ആവർത്തിച്ചു വരുന്ന വാക്കുകൾ? പാഠത്തിൻ്റെ പേരായിട്ട് കൊടുത്തിരിക്കുന്ന വാക്കുകൾ തന്നെയാണല്ലേ. നിങ്ങൾക്ക് കിട്ടി. എന്താണ്? കാക്കിരി പൂക്കിരി അല്ലേ? കാക്കിരി എന്നുള്ള ഒരു വാക്ക്, പൂക്കിരി എന്നുള്ള മറ്റൊരു വാക്ക്, അങ്ങനെ 2 വാക്കുകളാണ് ആവർത്തിച്ചു വരുന്നത്. ആ പദത്തിൻ്റെ അർത്ഥം എന്തായിരിക്കും? ആ വാക്കുകളുടെ അർത്ഥം എന്തായിരിക്കും?
കാക്കിരി പൂക്കിരി എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല അല്ലേ? കാക്കിരി പൂക്കിരി എന്നതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഈ പാട്ടിന് കവിതയ്ക്ക് താളം കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തു എന്നേ ഉള്ളൂ. കാക്കിരി പൂക്കിരി തേന്മാവ് എന്ന് പറഞ്ഞാൽ അല്ലേ, ഉയരമുള്ള വലിയ മാവ് എന്നായിരിക്കും അർത്ഥം കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ നമുക്ക് ഊഹിക്കാൻ പറ്റും അല്ലേ? കാക്കിരി പൂക്കിരി മാങ്ങകൾ എന്ന് പറഞ്ഞാലോ പഴുത്ത് തുടുത്ത മാങ്ങകൾ എന്നായിരിക്കും അർത്ഥം വരിക. അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥം കാക്കിരി പൂക്കിരി എന്ന വാക്കിന് ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് മനസ്സിൽ തോന്നുന്ന അർത്ഥം ഉപയോഗിക്കാം. ഇനി മറ്റൊരു ചോദ്യമുണ്ട് അവിടെ. എന്താണ്? കവിതയ്ക്കു ചുറ്റുമായി യോജിച്ച ചിത്രം വരയ്ക്കുക, എന്നിട്ട് നിറം കൊടുക്കുക. എന്തായിരിക്കും ഈ പാഠത്തിന്, ഈ കവിതയ്ക്ക് യോജിച്ച ചിത്രം? നിറയെ മാങ്ങകളുള്ള മരം അല്ലേ? നിറയെ മാങ്ങകളുള്ള മരം, അതിൻ്റെ ചുവട്ടിൽ കുറേ കുട്ടികൾ, വീണ് കിടക്കുന്ന മാങ്ങകൾ, അതൊക്കെ ഉണ്ടായിരിക്കും ചിത്രത്തിൽ അല്ലേ? ഭംഗിയുള്ള ചിത്രം നിങ്ങൾ വരയ്ക്കുമല്ലോ. എല്ലാവരും വരയ്ക്കണം കേട്ടോ. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം.